ആകാശം തൊടുന്ന മലകളും കുന്നുകളും കൊണ്ട് അനുഗ്രഹീതമായ മേഘാലയ. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ മേഘാലയയെ ഏറ്റവും സുന്ദരിയാക്കുന്നത് ഈ ഭൂപ്രകൃതിയാണ്. ഓരോ മലനിരകളും കാഴ്ചവെക്കുന്ന സുന്ദരൻ സൂര്യോദയങ്ങൾ മേഘാലയയുടെ പ്രത്യേകതയാണ്. മേഘങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് സൂര്യോദയം ദർശിക്കാനാകുന്ന നിരവധി സ്പോട്ടുകളുണ്ട് മേഘാലയയിൽ. അതിലൊന്നാണ് നോൺച്രോങ് ഗ്രാമത്തിലെ സൂര്യോദയം. ഇവിടുത്തെ സൂര്യോദയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഷില്ലോങ്ങിൽ നിന്ന് പുലർച്ചെ 2 മണിക്ക് പുറപ്പെട്ടതാണ്. 3:45 നോൺച്രോങ്ങിലെത്തിയപ്പോൾ കൂരിരുട്ട്. 4 മണിയായപ്പോഴേക്കും കുന്നിനു മുകളിൽ വെളിച്ചം പരന്നു തുടങ്ങി. എന്നാൽ സൂര്യനെ മഷിയിട്ട് നോക്കിയിട്ടും കണ്ടില്ല. ഇന്ത്യയിൽ ആദ്യ സൂര്യകിരണം പതിയുന്ന അരുണാചൽ പ്രദേശിലെ ഡോങ് വില്ലേജിൽ ഈ സമയം സൂര്യൻ ഉദിച്ചിട്ടുണ്ടാകും. അതിന്റെ അലയൊലിയാണ് ഇക്കാണുന്ന പ്രകാശം. പിന്നെയും 1.5 മണിക്കൂറോളം കാത്തിരിക്കണം സൂര്യൻ പ്രത്യക്ഷപ്പെടാൻ. അപ്പോഴേക്കും അന്തരീക്ഷമാകെ വെളിച്ചമെത്തിയിട്ടുണ്ടാകും. നോൺച്രോങ് ഗ്രാമം പതുക്കെ ഒരു ദിവസത്തിലേക്ക് ഉണരുകയാണ്. നോക്കി നിൽക്കെ മേഘങ്ങളെ വകഞ്ഞുമാറ്റി സൂര്യൻ വൈരം പോലെ തിളങ്ങി പുറത്തു വന്നു. നോൺച്രോങ് ഗ്രാമം അഴകുള്ളൊരു നെക്ലേസ് അണിഞ്ഞതുപോലെ ഒന്നുകൂടെ സുന്ദരിയായി. മേഘാലയയിലെ പ്രബല ഗോത്ര വിഭാഗമായ കാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 200ഓളം കുടുംബങ്ങളാണ് ഈ ഗ്രാമത്തിലെ താമസക്കാർ. സൂര്യനുദിച്ചാൽ ഇന്നാട്ടിലെ സകലതും ചലിച്ചു തുടങ്ങും. സൂര്യോദയം കണ്ടു നിൽക്കെ കർഷകർ കൃഷിപ്പാടത്തേക്ക് പുറപ്പെട്ടു പോകുന്നത് കാണാം. 5:30 ഗ്രാമം സജീവമാകും. ഗ്രാമീണരെല്ലാം കൃഷിക്കാരാണ്. നെല്ലും പച്ചക്കറികളും കൃഷി ചെയ്യുന്നു. എല്ലാം സമൃദ്ധമായി വളരുന്ന ഇടമാണ് ഈ ഗ്രാമം. ഇത് ഈ ഗ്രാമത്തിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിച്ച് ഇങ്ങനെ ഒരു കൊട്ടയിലാക്കിയിട്ട് വെക്കും. അപ്പോൾ നഗരത്തിൽ നിന്ന് വണ്ടി വന്ന് വണ്ടികളെ ട്രക്കൊക്കെ വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇവിടുത്തെ രീതി. വേറെ ആരും എടുത്തുകൊണ്ട് പോയില്ല, കർഷകർ കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ വണ്ടി വന്നിട്ട് എടുത്ത് അത് സിറ്റിയിലേക്ക് കൊണ്ടുപോകും. ഇവിടുത്തെ ഷില്ലോങ്ങിന് ആവശ്യമായ അധിക പച്ചക്കറികളും ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് കൃഷി ചെയ്യുന്നത്. മേഘാലയയ്ക്ക് ആവശ്യമായ അരിയുടെ മുഖ്യ പങ്കും നോൺച്രോങ് ഗ്രാമം ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നാണ് വരുന്നത്. മലമുകളിലെ തട്ടുപാടങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രചാരത്തിലുള്ള കൃഷിരീതിയാണ് ഈ ടെറസ് ഫാമിംഗ് അഥവാ തട്ട് കൃഷി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. നെൽകൃഷിയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും ഒക്കെ അവർ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഞാൻ ഈ നോൺജിഗ്രാം ഗ്രാമത്തിലുള്ള ഒരു വയലിലാണ് വന്നിരിക്കുന്നത്. തട്ടായിട്ടാണ്, നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ സമതല പ്രദേശത്തല്ല അവർ കൃഷി ചെയ്യുന്നത്. തട്ടായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ തട്ടായിട്ട് പോയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയില്ലേ? അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇവർ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞൊരു പാടത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഇവിടുത്തെ യുവാക്കളെല്ലാം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടി കൃഷിപ്പണിക്കിറങ്ങുന്നവരാണ്. വൈറ്റ് കോളർ ജോലിയെക്കുറിച്ചൊന്നും ഇവർക്ക് സ്വപ്നങ്ങളില്ല. മേഘാലയയുടെ പുറത്തേക്ക് പോയിട്ട് ഈ ഗ്രാമം പോലും വിട്ടുപോകാത്തവരാണ് ഇവരിൽ പലരും.
ഇങ്ങനെയാണ് ഇവിടുത്തെ കർഷകർ പോകുക. അവർ പാടത്തേക്ക് പോകുമ്പോൾ ഒരു കത്തി ഉണ്ടാകും, ഇതുപോലൊരു ബാഗും ഉണ്ടാവും. എന്നിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതൊക്കെ തൂക്കിത്തോളിലിട്ട് പച്ചക്കറിയൊക്കെ ഇതിനകത്താക്കി കൊണ്ടുവരും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, കാലി ബാഗും ഇതായിട്ടാണ് പോവുക. പക്ഷെ തിരിച്ച് കയറി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും വലിയ മല കയറി ഇവർ വരണം കേട്ടോ. ഇപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയിൽ ഇവർ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, സിഗരറ്റൊക്കെ വലിച്ചിരിക്കുകയാണ്. ഈ കുറച്ച് കഴിയുമ്പോൾ ഇവർ പോകും. അതികഠിനമായ തണുപ്പനുഭവപ്പെടുന്ന പ്രദേശമാണ് ഈ ഗ്രാമം. തകര ഷീറ്റുകൾ കൊണ്ടാണ് ഇവിടുത്തെ വീടു നിർമ്മാണം. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയുള്ള ഗ്രാമമാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പൊട്ടിപ്പൊളിയാത്ത നല്ല റോഡുകൾ ഗ്രാമത്തിന്റെ പ്രത്യേകതയാണ്. ആരും അറിയപ്പെടാതെ മറഞ്ഞിരുന്ന ഈ സുന്ദരൻ ഗ്രാമത്തെ യൂട്യൂബേഴ്സാണ് ആളുകൾക്ക് പരിചയപ്പെടുത്തിയത്. ട്രക്കു ചെയ്യാതെ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമായതിനാൽ സഞ്ചാരികൾ ഈ ഗ്രാമത്തിൽ ഇടതടവില്ലാതെ എത്തുന്നുണ്ട്. സഞ്ചാരികൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പഞ്ചായത്തും വിവിധ NGOകളും ഗ്രാമത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ എത്തി സൂര്യോദയം കാണുന്ന പതിവ് മേഘാലയക്കാർക്കിടയിലുണ്ട്. മേഘാലയയുടെ തനിനാടൻ സംസ്കാരം മുറുകെ പിടിക്കുന്നവരാണ് ഇവിടുത്തെ ഗ്രാമീണർ. ഷിലോങ്ങിൽ നിന്ന് എങ്ങനെ നോൺസ്ട്രോങ്ങിൽ എത്തിച്ചേരാമെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.